ഞാൻ ജബീൻ ഷഫീഖ്. വെൽക്കം ടു ക്ലൗഡ് ഡിസൈൻസ്. ഇന്ന് ഓർഗൻസ സാരീസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ആദ്യം വരുന്നത്. നല്ല സോഫ്റ്റ് ഓർഗൻസ ഫാബ്രിക്കിൽ ഫുൾ ത്രെഡ് വർക്കും ഒരു ഡിജിറ്റൽ പ്രിന്റഡ് ഫ്ലോറൽ പാറ്റേണിലും വരുന്ന സാരീസ് ആയിരിക്കും ഫസ്റ്റ് വരുന്നത്. എല്ലാ സാരീസും നമുക്ക് ഓൺലൈൻ പർച്ചേസ് ചെയ്യാം. clouddesigns.com ആണ് വെബ്സൈറ്റ് ലിങ്ക് വരുന്നത്. വാട്സ്ആപ്പ് നമ്പർ 9947135468 ആണ്. ഡെയിലി മോർണിംഗ് 10:30 ആണ് നമ്മൾ യൂഷ്വലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. സെയിം ടൈം തന്നെയായിരിക്കും നമ്മൾ ആ വീഡിയോയിലെ സാരീസ് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നത്. ക്ലൗഡ് ഡിസൈൻസ് വിത്തിൻ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ്. എക്സ്ട്രാ കൊറിയർ ചാർജ് ഒന്നും തന്നെ ഇല്ല. വീഡിയോ കണ്ടു നോക്കിയാലോ. ഇന്നത്തെ വീഡിയോയിൽ ആദ്യം വരുന്നത് സോഫ്റ്റ് ഓർഗൻസ ഫാബ്രിക് ആട്ടോ. നല്ലൊരു പാർട്ടി വെയർ സാരീസ് ആണ്. നമുക്കൊരു ഫംഗ്ഷന് ട്രൈപ്പ് ചെയ്യാവുന്ന നല്ലൊരു ക്ലാസി ആയിട്ട് ഒരു എലഗൻ ലുക്കിൽ വരുന്ന സാരീസ് ആണ്. കളർ വരുന്നത് ഓഫ് വൈറ്റ് ആണ്. ഓഫ് വൈറ്റിലും ഫുൾ ഒരു ഫ്ലോറൽ ഡിജിറ്റൽ പ്രിന്റ് വരുന്നുണ്ട്. അത് കൂടാതെ സെയിം ടോൺ സെൽഫ് കളറിൽ തന്നെയുള്ള കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറി വർക്കിലായിരിക്കും കേട്ടോ സാരി വരുന്നത്. ഈ ഒരു പാറ്റേണിലാണ് കണ്ടോ, ഒരു നല്ല തിക്കായിട്ടാണ് സാരിയിലെ എംബ്രോയിഡറി വർക്ക് വരുന്നത്. വൈറ്റിൽ വൈറ്റ് തന്നെയാണ് ത്രെഡ് വർക്ക് വരുന്നത്. അത് കൂടാതെ ഒരു ക്രോഷ്യോ ലേസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സാരിയുടെ എഡ്ജിൽ വരുമ്പം ഈ ഒരു പാറ്റേണിലാണ് ലേസ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. എംബ്രോയിഡറി വർക്ക് വരുന്നത് ഒരു വേവി പാറ്റേണിലായിരിക്കും സാരിയിലെ വർക്ക് വരുന്നത്. ഇതിൻ്റെ മുന്താണി വരുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ് ഫുൾ ഹാൻഡ് വർക്കിലായിരിക്കും സാരിയുടെ പല്ലു വരുന്നത്. കാന്ത സ്റ്റിച്ചിൻ്റെ ഒരു ഹാൻഡ് വർക്ക് വരുന്നുണ്ട്. ഫ്ലോറൽ ഡിസൈൻസ് ഹൈലൈറ്റ് ചെയ്യുന്നത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. കണ്ടോ, ഓരോ ഫ്ലോറൽ പാറ്റേണും ഹൈലൈറ്റ് ചെയ്യുന്നത് കാന്ത വർക്കാണ്. ഇത് ഹാൻഡ് വർക്കിലാണ് ചെയ്തിരിക്കുന്നത്. അതിൽ ഓരോ ഇൻഡിവിജ്വലായിട്ട് ഓരോ സ്വീക്കൻസും വരുന്നുണ്ട്. ഒരു ആൻറ്റീക് ഷെയ്ഡിലുള്ള സ്വീക്കൻസ് സ്കാറ്റേഡ് ആയിട്ടാണ് വരുന്നത്. ഇതായിരിക്കും പല്ലുവിൻ്റെ ഒരു ലുക്ക്. ഇങ്ങനെ വരും. നല്ല റിച്ച് പാറ്റേണിലാണ് മുന്താണി വരുന്നത്. ഇതിലും അതേ ക്രോഷ്യോ ലേസ് തന്നെയായിരിക്കും മുന്താണിയിൽ കണ്ടിന്യൂ ചെയ്ത് വരുന്നുണ്ട്. എൻ്റെ ബോഡി ഈ ഒരു പാറ്റേൺ തന്നെയാണ്. ഫ്ലോറിൽ ഒരു എംബ്രോയിഡറി വർക്കും അതിൽ സെൽഫ് കളറിൽ തന്നെയായിരിക്കും. ഇതായിരിക്കും കേട്ടോ വർക്കിൻ്റെ ഫുൾ സാരിയിലും ലോവർ പോർഷൻ കംപ്ലീറ്റ് ഈ ഒരു ഹാൻഡ് വർക്കും അതിൽ ഫ്ലോറൽ പാറ്റേണും ആയിരിക്കും വരുന്നത്. കൂടാതെ നമ്മുടെ മുന്താണിയുടെ പോർഷൻ വരുമ്പോഴായിരിക്കും ചെസ്റ്റ് പോർഷൻ ഒരു 2.5 മീറ്റേഴ്സ് കംപ്ലീറ്റ് ഈ ഒരു ഹാൻഡ് വർക്ക് വരുന്നുണ്ട്. ഇതിന് റണ്ണിങ് ബ്ലൗസ് വരുന്നുണ്ട്. ബ്ലൗസും ഫുൾ ഹാൻഡ് വർക്കിൽ തന്നെയായിരിക്കും സാരിയുടെ ബ്ലൗസ് വരുന്നത്. നമുക്ക് വൈറ്റ് ഇടുന്നെങ്കിൽ നമുക്ക് അങ്ങനെ ഡ്രൈപ്പ് ചെയ്യാം. ഇതിൻ്റെ വർക്ക് വരുന്നത് ഈ ഒരു പാറ്റേൺ ആണ്. കണ്ടോ, ഫുൾ ഹാൻഡ് വർക്കിൽ തന്നെയാണ്. സാരിയുടെ നമ്മൾ സ്ലീവും ഫ്രണ്ട് ഓർ ബാക്ക് ആ പോർഷൻ കംപ്ലീറ്റ് വരുന്ന ഹാൻഡ് വർക്കും അതിൽ വാട്ടർ ബോൾ സ്വീക്കൻസും ഒക്കെ വരുന്നുണ്ട്. കൂടാതെ ഈ ഒരു ബ്ലൗസ് മെറ്റീരിയൽ വരുന്നത് ഒരു ഡയഗണൽ ലൈൻ പാറ്റേണിലാണ്. ബോഡിയിലുള്ള ആ ഒരു ഫ്ലോറൽ ഡിസൈനിൽ തന്നെ ഒരു ഡയഗണൽ ആയിട്ടുള്ള ലൈൻ ഡിസൈൻസ് വന്നിട്ട് അതിലായിരിക്കും ഹാൻഡ് വർക്ക് വരുന്നത് സാരിയിൽ. ഓഫ് വൈറ്റ് ആയിരിക്കും എല്ലാ സാരീസിൻ്റെയും കോമ്പിനേഷൻ. ഈ ഫ്ലോറൽ ഡിസൈൻസ് മാത്രം മാറി വരും കേട്ടോ. നല്ല എലഗൻ്റ് ആയിട്ടുള്ള പാർട്ടി വെയർ സാരീസാണ്. സോഫ്റ്റ് ഓർഗൻസയിൽ സെയിം ഡിസൈൻ തന്നെ കേട്ടോ. കളർ കോമ്പിനേഷനിൽ ഒരു ചെറിയൊരു വേരിയേഷൻ മാത്രമേ ഉള്ളൂ. ഇതിൽ പ്രോമിനൻസി കൂടുതൽ ഗ്രീൻ കളറിനാണ് വരുന്നത്. ഇതിലും അതേ പാറ്റേൺ തന്നെ വൈറ്റിൽ വൈറ്റ് സെൽഫ് കളർ ഒരു വേവി പാറ്റേണിലുള്ള എംബ്രോയിഡറി വർക്ക് ആയിരിക്കും ഫുൾ സാരിയും വരുന്നത്. ലോവർ പോർഷൻ കംപ്ലീറ്റ് വരുമ്പോൾ ഹാൻഡ് വർക്കും അതിൽ ഫ്ലോറൽ ഡിജിറ്റൽ പ്രിൻറ്റുമാണ് ലോവർ ഏരിയ വരുന്നത് കംപ്ലീറ്റ് ആയിട്ട്. മുന്താണി വരുന്നത് അതേ പാറ്റേണിൽ തന്നെ ഹാൻഡ് വർക്കിലായിരിക്കും. ഫുൾ കാന്ത സ്റ്റിച്ചിൻ്റെ ഹാൻഡ് വർക്കാണ് സാരിയുടെ പല്ല് വരുന്നത്. ഇതിൽ കണ്ടോ ഗ്രീനാണ് ഫ്ലോറൽ ഡിസൈൻ വരുന്നത്. ഇതിന് മുൻപത്തെ സാരിയിൽ മൗവ് ടോണായിരുന്നു. അതുകൊണ്ട് അടുത്ത് മൗവ് ഷെയ്ഡിൽ ഒരു ഡയഗണൽ സ്ട്രൈപ്പ് ഡിസൈൻസിലായിരുന്നു ബ്ലൗസ് വന്നത്. ഇതിൽ വരുമ്പോൾ ഗ്രീനിൽ തന്നെയായിരിക്കും അതേ പാറ്റേൺ തന്നെയാണ്. ഫുൾ ഹാൻഡ് വർക്കിലുള്ള ബ്ലൗസ് മെറ്റീരിയലാണ് സാരിക്ക് വരുന്നത്. ഒരു വൈറ്റിൽ ഫുൾ ഹാൻഡ് വർക്കിലായിരിക്കും ഡയഗണൽ പാറ്റേൺ വന്നിട്ട് അതിൽ ഹാൻഡ് വർക്ക് ആൻഡ് സീക്വൻസ് വർക്കിലായിരിക്കും സാരിയുടെ ബ്ലൗസ് വരുന്നത്. തേർഡ് കളറാണ് ഇനി വരുന്നത്. വൈറ്റ് തന്നെ കേട്ടോ, ഓഫ് വൈറ്റ് തന്നെയാണ് കോമ്പിനേഷൻ. സോഫ്റ്റ് ഓർഗൻസ സിൽക്കാണ് ഫാബ്രിക് വരുന്നത്. ഇതിൽ മസ്റ്റേർഡ് യെല്ലോ ആണ് പ്രോമിനൻസി കൂടുതലുള്ള കളർ കേട്ടോ. ബാക്കി പാറ്റേൺ എല്ലാം സെയിം തന്നെയായിരിക്കും. സെയിം സ്റ്റൈലായിരിക്കും. ബേബി പാറ്റേണിലായിരിക്കും ത്രെഡ് വർക്ക് വരുന്നത്. ഫുൾ സാരിയിലും ഒരു പാറ്റേൺ വരുന്നുണ്ട്. മുന്താണി വരുമ്പം ഈ ഒരു സ്റ്റൈലാണ്. മൾട്ടി കളർ കോമ്പിനേഷനിൽ ഫ്ലോറൽ ഡിസൈൻസ് വരുമ്പോൾ മസ്റ്റേർഡ് യെല്ലോ ആയിരിക്കും. ആ മസ്റ്റേർഡ് യെല്ലോയിലായിരിക്കും ബ്ലൗസും വരുന്നത്. മുന്താണി സെയിം തന്നെ കേട്ടോ. ഫുൾ ഹാൻഡ് വർക്കിലാണ്. കാന്ത സ്റ്റിച്ചിലായിരിക്കും ഫുൾ മുന്താണി വരുന്നത്. ഫ്ലോറൽ പാറ്റേൺസിൻ്റെ ഔട്ട്ലൈൻ കംപ്ലീറ്റ് കാന്ത സ്റ്റിച്ചാണ് വരുന്നത്. അതിൽ വാട്ടർ ബോൾ സ്വീക്കൻസ് വർക്ക് വരും. ബ്ലൗസ് മെറ്റീരിയൽ വരുന്നത് ഫുൾ ഹാൻഡ് വർക്കിൽ തന്നെയായിരിക്കും. മസ്റ്റേർഡ് യെല്ലോയിൽ ഡയഗണൽ സ്ട്രൈപ്പ് ഡിസൈൻസിൽ ഫുൾ ഹാൻഡ് വർക്കിലായിരിക്കും സാരിയുടെ ബ്ലൗസ് വരുന്നത്. ബ്ലൗസ് എല്ലാം സെയിം തന്നെയാണ് കേട്ടോ ഡിസൈൻസ് വരുന്നത്. കണ്ടോ, ഈ ഒരു പാറ്റേണിലാണ് ഹാൻഡ് വർക്ക് വരുന്നത്. അതിൽ സ്വീക്കൻസ് വർക്ക് വരുന്നുണ്ടാവും. ഫ്രണ്ട് ഓർ ബാക്ക് പോർഷൻ ആയിരിക്കും സ്വീക്കൻസ് വർക്ക് വരുന്നത് സാരിയിൽ. സോഫ്റ്റ് ഓർഗൻസയിൽ സെക്കൻഡ് കോമ്പിനേഷൻ ബ്ലൂ ആട്ടോ വരുന്നത്. വൈറ്റ് വിത്ത് ബ്ലൂ ആണ്. പ്രൊമിനൻസി കൂടുതൽ ബ്ലൂവിനായിരിക്കും. ബാക്കി പാറ്റേൺ എല്ലാം സെയിം തന്നെയാണ്. സെൽഫ് കളറിൽ തന്നെയുള്ള വേവി ഡിസൈനിലാണ് കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറി വർക്ക്. ഫുൾ ഒരു ചെസ്റ്റ് പോർഷൻ കംപ്ലീറ്റ് ഈ ഒരു വർക്ക് വരുന്നുണ്ട്. മുന്താണിയുടെ എൻഡിൽ വരുമ്പം കാന്ത വർക്കിലായിരിക്കും എല്ലാ സെക്ഷനെയും പല്ലു വരുന്നത്. ഈ ഒരു സ്റ്റൈലാണ് മുന്താണിയിൽ വരുന്നത്. ഇതേ ഫ്ലോറൽ ഡിസൈൻ തന്നെയായിരിക്കും കേട്ടോ. സാരിയുടെ ലോവർ പാർട്ട് കംപ്ലീറ്റ് ഈ ഒരു പാറ്റേണാണ് ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത്. കണ്ടോ, കാന്ത വർക്കിൽ തന്നെയായിരിക്കും സാരി കംപ്ലീറ്റ് വരുന്നത്. പ്ലീറ്റ്സും
ഫുൾ ഈ ഒരു പാറ്റേണിൽ തന്നെ ആയിരിക്കും ഫ്ലോറൽ എംബ്രോയിഡറി വർക്കും അതിൽ കാന്ത വർക്കും വരുന്നുണ്ട്. ബ്ലൗസ് മെറ്റീരിയൽ വരുമ്പോൾ ബ്ലൂവിലാണ് ഇതിൽ വരുന്നത്, ഹാൻഡ് സ്റ്റിച്ചിൽ ഹാൻഡ് വർക്കിൽ വരുന്നത്. ബ്ലൗസ് മെറ്റീരിയൽ വരുന്നുണ്ട് ഡയഗണൽ ഡിസൈൻ. ഓഫ് വൈറ്റിൽ വരുന്നത് സോഫ്റ്റ് ഓർഗൻസ സിൽക്ക് ഫാബ്രിക്കിൽ. അടുത്ത കോമ്പിനേഷൻ ഗ്രേ ആണ് സാരി വരുന്നത് കേട്ടോ. ഗ്രേയിലും അതേ പാറ്റേൺ തന്നെയാണ്, വേവി പാറ്റേണിലുള്ള കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്. ക്രോഷ്യോ ലേസ് ആയിരിക്കും ത്രൂ ഔട്ട് ദ ബോഡി വരുന്നത്. ഇതിൻ്റെ മുന്താണി വരുമ്പോൾ ഫ്ലോറൽ വർക്കും അതിൽ കാന്ത സ്റ്റിച്ച് ആൻഡ് സ്വീക്കൻസ് വർക്ക് വരുന്നുണ്ട്. ബ്ലൗസ് മെറ്റീരിയൽ വരുന്നത് ഗ്രേയിലാണ്. ഗ്രേയിലും ഡയഗണൽ പാറ്റേണും ഹാൻഡ് വർക്കിലും ആയിരിക്കും സാരിയുടെ ബ്ലൗസ് വരുന്നത്. അടുത്ത സാരി വരുന്നത് ഫാബ്രിക് മാറിയിട്ടുണ്ട് കേട്ടോ, കളർ കോമ്പിനേഷൻ മാറിയിട്ടുണ്ട്. ഇത് വരുന്നത് നല്ലൊരു ഓഫ് ക്രീമാണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. ഓഫ് ക്രീമിലെ ഫാബ്രിക് വരുന്നത് നോയിൽ ടെസറാണ് ബോഡി വരുന്നത്. പക്ഷേ ഇത് ഒരു ഡബിൾ ഫാബ്രിക്കാണ് ഈ സാരിയിൽ വരുന്നത്. ഇതിൻ്റെ മുന്താണി ബ്ലൗസും വരുമ്പോൾ പ്യുവർ ജൂട്ട് സിൽക്കാണ് വരുന്നത്. ബോഡി വരുന്നത് നോയിൽ ടെസർ സിൽക്കിലുമായിരിക്കും വരുന്നത്. ഇതിൽ കംപ്ലീറ്റ് എംബ്രോയിഡറി വർക്കാട്ടോ വരുന്നത്. ഓഫ് ക്രീമിൽ കണ്ടോ, നല്ലൊരു ഐവറിയാണ് ഷെയ്ഡ് സാരിയുടെ. ഐവറി ടോണിൽ തന്നെ ആയിരിക്കും ഫ്ലോറൽ ത്രെഡ് എംബ്രോയിഡറി വരുന്നുണ്ട്. ഈ ഒരു പാറ്റേണിലായിരിക്കും വർക്ക് വരുന്നത്. ഇത് കംപ്ലീറ്റ് ബോഡിയിലും ഈ ഒരു വർക്ക് വരുന്നുണ്ട്, ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക്. ബോർഡർ നല്ല പാറ്റേണിലാണ് സാരിയുടെ ബോർഡർ വരുന്നത്. കണ്ടോ, ഈ ഒരു സ്റ്റൈലിലാണ് എംബ്രോയിഡറി വർക്ക് വരുന്നത്. ഓഫ് ക്രീം തന്നെയായിരിക്കും ത്രെഡ് വർക്ക് വരുന്നത്. അതിലൊരു ആൻറ്റീക് ഷെയ്ഡിലായിരിക്കും ബോർഡർ വരുന്നത്. നല്ലൊരു ക്ലാസി ലുക്കിൽ വരുന്ന സാരി കേട്ടോ. ഇതിൻ്റെ പല്ലു വരുമ്പം പല്ലു പ്യുവർ ജൂട്ട് സിൽക്കാണ് പല്ലു ബ്ലൗസ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ. അതുകൂടി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. ഇത് കണ്ടോ, ഇത് പ്യുവർ ജൂട്ട് സിൽക്കിലാണ് സാരിയുടെ മുന്താണി വരുന്നത്. തിൻ ഒരു ലൈൻ പാറ്റേൺസ്, ഒരു വൂവൺ ലൈൻസ് വന്നിട്ടുണ്ട് ജൂട്ടിൽ തന്നെ. അത് കഴിഞ്ഞ് വരുന്നത് ഒരു ആൻറ്റി ഷെയ്ഡിലുള്ള ഗോൾഡൻ സ്ട്രൈപ്പ് ഡിസൈൻസ് വരുന്നുണ്ട്. ഇതേ പാറ്റേണിൽ തന്നെ ആയിരിക്കും കേട്ടോ റണ്ണിങ് ബ്ലൗസും വരുന്നത്. ബ്ലൗസ് കണ്ടോ ലൈൻസിൽ തന്നെയാണ്, പ്യുവർ ജൂട്ട് സിൽക്കാണ് ബ്ലൗസിൻ്റെയും ഫാബ്രിക് വരുന്നത്. സാരിയുടെ ഫാബ്രിക് വരുന്നത് നോയിൽ ടെസറാണ് വരുന്നത്. ബ്ലൗസും മുന്താണിയുമാണ് പ്യുവർ ജൂട്ട് സിൽക്കിൽ വരുന്നത്. എൻ്റെ ബോഡിയും കണ്ടോ ഈ ഒരു ലുക്കിലാണ് വരുന്നത്. ഫുൾ ഫ്ലോറൽ എംബ്രോയിഡറി വർക്കാണ്, സെയിം ടോണിൽ തന്നെ വരുന്നത്. നല്ല റിച്ച് ആയിട്ടുള്ള ബോർഡേഴ്സ് ആയിരിക്കും ലോവർ ഏരിയയിൽ വരുന്നത് എംബ്രോയിഡറി വർക്കിൽ. മുന്താണി ജൂട്ട് സിൽക്കിൽ വരുന്നുണ്ട്. റണ്ണിങ് ബ്ലൗസും അവൈലബിൾ ആണ്. നെക്സ്റ്റ് സാരി വരുന്നത് വീണ്ടും ഫാബ്രിക് മാറിയിട്ടുണ്ട്. നല്ലൊരു ഡിഫറെൻറ്റ് കോൺസെപ്റ്റിൽ വരുന്ന സാരിയാണ്. പ്യുവർ ചന്തീരിയാണ് ഫാബ്രിക് വരുന്നത്. കളർ ടോൺ വരുന്നത് നല്ലൊരു മൗ ടോണാണ് സാരി വരുന്നത്. ഇതിൽ ബാന്തിനിയാട്ടോ, ബാത്തിക്കാണ് ഡിസൈൻസ് വരുന്നത്. ബാത്തിക് ഡിസൈൻസും അതിൽ ത്രെഡ് വർക്കാണ്. എൻ്റയർ ബോഡി വരുന്നത് ത്രെഡ് വർക്ക് തന്നെയാണ് കേട്ടോ. ബാത്തിക് പ്രിൻറ്റും അതിൽ ഈ ഒരു മൗ ടോണിൽ തന്നെയാണ് ത്രെഡ് വർക്ക് വന്നിട്ട് അതിൽ സ്വീക്കൻസ് വർക്ക് വരുന്നുണ്ട്. ബോഡി കംപ്ലീറ്റ് ഇങ്ങനെയാണ്, ഹൊറിസോണ്ടലായിട്ടുള്ള ത്രെഡ് വർക്ക്. ഒരു പിൻടെക്കിൻ്റെ പാറ്റേണിലായിരിക്കും സാരി വരുന്നത്. ബാത്തിക് ഡിസൈൻസും അതിലൊരു പിൻടെക് പാറ്റേൺ വന്നിട്ട് അതിൽ ഫ്ലോറൽ എംബ്രോയിഡറി വർക്കും ഒരു സ്വീക്കൻസ് വർക്കും വരുന്നുണ്ട്. ക്രോഷ്യോ ലേസ് ആയിരിക്കും എഡ്ജിൽ വരുന്നത്. ഇതായിരിക്കും പാറ്റേൺ വരിക. നമുക്ക് ഉടുക്കാൻ വളരെ കംഫർട്ടബിൾ ആട്ടോ മെറ്റീരിയൽ. വളരെ സോഫ്റ്റ് മെറ്റീരിയലാണ്, ലൈറ്റ് വെയിറ്റ് ആണ്, നോൺ ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയലാണ്. നമുക്ക് 1 ലെയറിൽ ഡ്രൈപ്പ് ചെയ്യാം. 1 ലെയറിൽ ഞാൻ കാണിക്കും സാരി കേട്ടോ. സിംഗിൾ ലെയറിലാണെങ്കിലും നമുക്ക് ഈസി ടു ക്യാരി ചെയ്യാവുന്ന സാരിയാണ്. നോൺ ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയലും ആയിരിക്കും. നല്ലൊരു ലുക്കിലുമാണ് സാരി വരുന്നത്. ലോവർ ഏരിയ കംപ്ലീറ്റ് വരുമ്പോൾ ഈ ഒരു ബാത്തിക്കിൽ തന്നെ ലൈൻ പാറ്റേൺസ് ആയിരിക്കും ലോവറിൽ വരുന്നത്. ബോഡി വരുമ്പോഴാണ് ഒരു ഫ്ലോറൽ മോട്ടീവ്സ് വരുന്നത് ബാത്തിക് പ്രിൻറ്റിൽ. കൂടാതെ ക്രോഷ്യോ ലേസ് വരുന്നുണ്ട്. അതേ ബാത്തിക് പ്രിൻറ്റിൽ തന്നെയായിരിക്കും സാരിയുടെ മുന്താണി വരുന്നത്. മുന്താണി വരുമ്പോൾ ഒരു വേവി ഡിസൈൻസും ഒരു ജോമെട്രിക്കൽ പ്രിൻറ്റും എല്ലാം വരുന്നുണ്ട്. സാരിയുടെ പല്ലു വരും. ബ്ലൗസ് മെറ്റീരിയൽ വരുന്നത് റണ്ണിങ് ബ്ലൗസ് വരും. ഇതേ പാറ്റേണിൽ തന്നെ പിൻടെക്കിൽ തന്നെ ത്രെഡ് വർക്കിൽ തന്നെയായിരിക്കും റണ്ണിങ് ബ്ലൗസ് വരും. സെയിം ഫാബ്രിക്കും സെയിം ആ ഒരു പാറ്റേണാണ്. കളർ കോമ്പിനേഷൻ വരുന്നത് നല്ലൊരു പീച്ചിഷ് പിങ്കാണ്, പീച്ച് ബ്ലെൻഡഡ് പിങ്കാണ് സാരിയുടെ ഷെയ്ഡ്. ഇതും അതേ പാറ്റേൺ തന്നെ കേട്ടോ. ബാത്തിക് പ്രിൻറ്റാണ് വരുന്നത്. കൂടാതെ ഒരു പിൻടെക് പാറ്റേണിലായിരിക്കും ഇതിൽ ത്രെഡ് വർക്ക് വരുന്നത്. ഫുൾ സാരിയും ഈ ഒരു സ്റ്റൈലാട്ടോ ത്രെഡ് എംബ്രോയിഡറി വരുന്നത്. കണ്ടോ, നേരിട്ട് കാണുമ്പോഴാണ് സാരി കുറച്ചുകൂടി ഒരു എലഗൻ ലുക്ക് കേട്ടോ. ഇത് ലോവർ ബോർഡറാണ്. ലോ ബോർഡർ കംപ്ലീറ്റ് ബാത്തിക് പ്രിൻറ്റ് വരുന്നത് ഈ ഒരു സ്റ്റൈലിലായിരിക്കും. ഫുൾ ഈ ഒരു പാറ്റേൺ വരും സാരി. മുന്താണി വരുന്നതും അതേ പാറ്റേണിൽ തന്നെ ഒരു വേവി ഡിസൈനിലായിരിക്കും ബാത്തിക് പ്രിൻറ്റ് വരുന്നത്. അതിലും പിൻടെക് പാറ്റേണിലുള്ള ത്രെഡ് വർക്ക് വരുന്നുണ്ട്. എൻ്റയർ ബോഡി അതേ പാറ്റേണിൽ തന്നെയായിരിക്കും റണ്ണിങ് ബ്ലൗസും വരുന്നത് സാരി. അടുത്ത കളർ കോമ്പിനേഷൻ വരുന്നത് യെല്ലോ ആണ് സാരിയുടെ ഷെയ്ഡ് കേട്ടോ. പക്ഷേ പ്രോമിനൻസ് കൂടുതൽ യെല്ലോ ആണ്. ഒരു മൾട്ടി കോമ്പിനേഷൻ ആയിരിക്കും സാരി വരുന്നത്. ബാത്തിക് പ്രിൻറ്റ് ആയിരിക്കും ഫുൾ സാരിയിൽ. നല്ലൊരു പാറ്റേണിലാട്ടോ സാരി വരുന്നത്. ലോ പോർഷൻ വരുമ്പോൾ കംപ്ലീറ്റ് ലൈൻ പാറ്റേൺസും അതിൽ ത്രെഡ് വർക്കാണ് വരുന്നത്. കണ്ടു, ബോഡി കംപ്ലീറ്റ് ഈ ഒരു ത്രെഡ് വർക്ക് വരുന്നുണ്ട്. സെയിം ടോണിൽ തന്നെ യെല്ലോ ഷെയ്ഡിൽ തന്നെ ആയിരിക്കും ത്രെഡ് വർക്ക് വരിക. യെല്ലോ കളറിൽ തന്നെ ആയിരിക്കും ക്രോഷ്യോ ലേസ് അറ്റാച്ച് ചെയ്യുന്നത്. നമ്മൾ കൊടുക്കുമ്പോൾ നല്ലൊരു ലുക്കായിരിക്കും സാരി കിട്ടുന്നത്. ഈ ഒരു പാറ്റേണിലായിരിക്കും ഡ്രൈപ്പ് ചെയ്യുമ്പോൾ ഒരു ഓവറോൾ ലുക്ക് ഇങ്ങനെ വരും. മുന്താണി വരുന്നതും വേവി ഡിസൈൻസ് വന്നിട്ട് അതിലൊരു ജോമെട്രിക്കൽ പ്രിൻറ്റിലായിരിക്കും സാരിയുടെ പല്ലു വരുന്നത്. സാരിയുടെ മുന്താണി. ബ്ലൗസ് മെറ്റീരിയൽ അവൈലബിൾ ആണ്. സെയിം പാറ്റേണിൽ തന്നെയുള്ള ബ്ലൗസ് വരുന്നുണ്ട്. അടുത്ത കളർ കോമ്പിനേഷൻ വരുന്നത് ഒരു കോപ്പറും പീച്ചും കൂടി ചേർന്ന് വരുന്ന നല്ലൊരു കളർ ഷെയ്ഡാട്ടോ. കോപ്പർ ടോണും വരുന്നുണ്ട്, പീച്ച് ഷെയ്ഡും വരുന്നുണ്ട് സാരിയിൽ.
പാറ്റേൺ സെയിം തന്നെയാണ്. ഫുൾ ത്രെഡ് വർക്കാണ്, ഹൊറിസോണ്ടലായിട്ട് ത്രെഡ് വർക്കാണ് കംപ്ലീറ്റ് സാരി വരുന്നത്. ബാത്തിക് പ്രിൻ്റ് ആട്ടോ സാരിയിൽ വരുന്നത്. ബാത്തിക് ഡിസൈൻസും അതിലൊരു വാട്ടർഫോൾ സ്വീഗൻസ് വർക്ക് വരുന്നുണ്ട്. ലോ പോർഷൻ വരുമ്പം എല്ലാ സൈസും ഇങ്ങനെ ലൈൻസിലായിരിക്കും. ബാത്തിക് പ്രിൻ്റ് വരുന്നത് ലൈൻ പാറ്റേൺസാണ് വരുന്നത്. അതാണ് ഈ സാരിയുടെ ഒരു മെയിൻ ഹൈലൈറ്റ്. നമ്മൾ ഡ്രേപ്പ് ചെയ്യുമ്പോൾ നല്ലൊരു സ്റ്റൈലായിരിക്കും സാരി കാണാൻ. മുന്താണി വരുന്നത് ഈ ഒരു പാറ്റേണിലാണ്. റണ്ണിങ് ബ്ലൗസും അവൈലബിൾ ആണ് സാരി. ഇന്നത്തെ ബ്യൂട്ടിഫുൾ കളക്ഷൻസിലെ ലാസ്റ്റ് സാരിയാണ് വരുന്നത്. ഇത് വരുന്നത് ഡാർക്ക് പീച്ച് ആട്ടോ സാരിയുടെ കളർ വരുന്നത്. ഡാർക്ക് പീച്ചിലും അതേ പാറ്റേൺ തന്നെയാണ്. ഫുൾ ത്രെഡ് വർക്കാണ് സാരിയുടെ ബോഡി വരുന്നത്. തിൻ ലൈൻ പാറ്റേണിലായിരിക്കും. ഏതാണ് സാരിയുടെ കളർ അതേ കളറിലുള്ള ത്രെഡ് ആയിരിക്കും കേട്ടോ വരുന്നത്. അതുകൊണ്ട് തന്നെ ത്രെഡ് അങ്ങനെ ഒട്ടും പ്രോമിനൻസ് ഇല്ല, പക്ഷെ നല്ലൊരു ലുക്കും സാരിക്ക് കിട്ടും. സ്വീക്കൻസ് വർക്ക് ആയിരിക്കും വരുന്നത്. ക്രോഷ്യോ ലേസ് അറ്റാച്ച്ഡ് ആയിരിക്കും സാരി. സാരിയുടെ ഒരു ലുക്കിൽ ഇങ്ങനെ വരുന്നത് നമ്മൾ ഡ്രേപ്പ് ചെയ്യുമ്പോൾ. മുന്താണി വരുന്നത് സെയിം പാറ്റേണിൽ തന്നെ എല്ലാ സൈസിനും. മുന്താണി ആ ഒരു വേവി ഡിസൈൻസും ഒരു ജോമെട്രിക്കൽ പ്രിൻറ്റും എല്ലാം ആയിരിക്കും സാരിയുടെ പല്ലു വരുന്നത്. ബ്ലൗസ് മെറ്റീരിയലും വരുന്നുണ്ട്. റണ്ണിങ് ബ്ലൗസ് തന്നെ ഫുൾ ത്രെഡ് വർക്കിലുള്ള ബ്ലൗസ് ആയിരിക്കും.